നമസ്കാരം. AK റൈഡർ 17 ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബഫിങ് ചെയ്യാൻ പോകുന്നത് ബ്രൈറ്റോ എന്ന് പറയുന്ന ഒരു പേസ്റ്റ് കൊണ്ടാണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഗ്രീൻ കോമ്പൗണ്ട് ഇത് തങ്ങളിലുള്ള വ്യത്യാസം ഒന്ന് നോക്കുന്നതിനും വായുമാറ മുന്നിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഈ ബ്രൈറ്റോയും ആ സാധനം കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാത്ത ഭായിമാർ നമ്മുടെ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ബഫിങ് ചെയ്ത് തന്ന് നമ്മൾ താങ്കളെ സന്തോഷപൂർവ്വം വിടുന്നതായിരിക്കും. എനിക്ക് ഈ ബുള്ളറ്റ് നന്നായി കൊണ്ട് നടക്കുന്നവരെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രൈറ്റോ എന്ന് പറയുന്ന ഒരു പേസ്റ്റാണ് നമ്മളിന്ന് ഇപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. മുമ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇത് ഫുള്ളായിട്ട് ഒന്ന് ആഡ് ചെയ്യാം. ഇതിലോട്ട് ഇത് ചെയ്യാൻ പോകുന്ന ഗ്രില്ലിംഗ് മെഷീൻ കൊണ്ടാണ്. അപ്പോൾ മുമ്പ് ഗ്രില്ലിംഗ് മെഷീനും മുമ്പ് നമ്മൾ ഒരിക്കൽ ചെയ്തത് സൈഡല്ല, അറച്ച് കവറാണ്. അപ്പുറത്തെ സൈഡ് ചെയ്തത് നമ്മുടെ ഇത് എന്താ പേര്, സോപ്പ് യൂസാണ് ചെയ്തത്. ഗ്രീൻ കളർ സോപ്പാണ് അതിൽ നമ്മൾ യൂസ് ചെയ്തത്. ഇതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. സെക്കൻഡ് നമുക്ക് അതിനെ തേച്ച് വിട്ടു കൊടുക്കാം. നമ്മൾ ഫുട്രസ്റ്റ് ഇളക്കി നമ്മളെ ഗിയർ ലിവർ ഇളക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ഇതായിട്ടങ്ങ് ചെയ്യാൻ പറ്റുന്നു. ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഗ്രീൻ കോമ്പൗണ്ടും ഇതും തങ്ങളുള്ള വ്യത്യാസം നമ്മളെല്ലാ സുഹൃത്തുക്കൾക്കും അത് അറിയണമല്ലോ. അങ്ങനെയാണ് ഇത് നന്നായിട്ടൊന്ന് തേച്ച് ഇത് നമ്മൾ ഗ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തവർ ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞതുപോലെ പക്ഷെ അത്ര ഇത് കിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല ഫിനിഷിങ് കിട്ടില്ല. നല്ല കട്ടിയുള്ള ഏതെങ്കിലും വേസ്റ്റ് തുണി കൊണ്ട് എടുക്കാം. ഏതെങ്കിലും നമ്മൾ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും എടുത്താൽ ഇതിൽ സ്ക്രാച്ചസ് വരും. അപ്പോൾ അതിന് ഇപ്പം ഞാൻ ചെയ്തിട്ട് ഏകദേശം 6 മാസം ആവുന്നുണ്ട്. ഇത് ചെയ്തില്ല, അതുകൊണ്ടാണ് നമ്മുടെ ഭായിമാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് കളർ ഇതിനേക്കാളും നല്ല ബ്ലാക്ക് കളറിൽ വരും. ഇത് ബ്രൈറ്റോ അത്ര നല്ല ഒരു ക്വാളിറ്റി ഇതിൽ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവകാശപ്പെടില്ല. നമുക്ക് നോക്കണമല്ലോ. ഇത് നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മുടെ നിക്കിൾ പൗഡറുണ്ട്,
അതും വെച്ചൊന്ന് പോളിഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ അത് വെച്ച് പോളിഷ് ചെയ്യുക. കൈ കൊണ്ട് അതല്ല, അതിന് വേറെ ഇതുപോലത്തെ ഒരു പേഡ് വാങ്ങിയാൽ കിട്ടും. ഇത് അതിന് ശേഷം നിക്കിൾ പൗഡർ ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് വെച്ച് ഡ്രില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പേഡ് ഇതാണ്, സെയിം പേഡാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ ഒരു നെട്ടും ബോൾട്ടും ഉണ്ട്. അത് ഇതിലോട്ട് മറ്റേ വീഡിയോയിൽ പറയുമ്പോൾ ഇതിലോട്ട് കയറ്റി ടൈറ്റ് ചെയ്ത ഇതാണ് പേഡ്. ഇത് 50 രൂപയ്ക്കകത്ത് ഇത് വാങ്ങിയാൽ കിട്ടും. ഇതെല്ലാം ചിലവ് വരുമ്പോൾ ഒരു 100-200 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. റൈറ്റോ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിച്ച് കിട്ടാനില്ലെങ്കിൽ ആമസോണിലൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടും. അത് നോക്കണം. ഇവിടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ നിക്കിൾ പൗഡറും പിന്നെ അതുപോലെ തന്നെ ഈ പേഡ് എല്ലാം കിട്ടുന്നതാണ് ഇവിടെ സാധനം. നമുക്ക് കുറച്ച് നിക്കിൾ പൗഡർ ലേശം എടുത്താൽ മതി അത്യാവശ്യത്തിന്. ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് AK Raider 70 ചാനലിൻ്റെ അടുത്തായി കാണുന്ന ചുവപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബർ ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കും. അപ്പോൾ നമ്മുടെ ബഫിങ്ങിൻ്റെ ഗ്ലേസിങ് ഇത്രയുമാണ്. തരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്ന ഭായിമാർ അത് തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ കൊണ്ടും നമുക്ക് ബഫ് ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ഭായിമാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. താങ്ക് യു.